ഹലോ ഗൈസ്, ഞാനിപ്പം കാലിക്കറ്റുള്ള എദിനി ആയുർവേദ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഇതിന് മുന്നത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എവിടെ വർക്ക് ചെയ്ത എൻ്റെ ജോലി എന്തായിരുന്നു എന്നൊക്കെ. ഞാൻ 3 വർഷം വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് ഇത്. ഇന്ന് ഞാനിവിടെ ഒരു എമർജൻസി ഡ്യൂട്ടി ഒരു ദിവസത്തേക്ക് എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ഇവിടുത്തെ ഡ്യൂട്ടിയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് എമർജൻസി ഡ്യൂട്ടി എടുക്കാനുള്ള കാരണം ഇന്ന് ഓണം ഓഫാണ് ബാക്കിയുള്ള സ്റ്റാഫിനൊക്കെ. അപ്പോൾ എനിക്ക് ഇന്ന് എമർജൻസി ഡ്യൂട്ടി കിട്ടിയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. വെൽക്കം ടു അഫ്സീസ് വേൾഡ്. ഇറ്റ്സ് മീ യുവർ അഫ്സി. നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെപ്റ്റംബർ 14 വൈകിട്ട് 5 മണി തൊട്ടാണ് കേട്ടോ. ഇന്ന് എനിക്ക് ഡ്യൂട്ടി ഒന്നുമില്ല. നാളെയാണ് ഓണം. നാളത്തെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ ഡ്യൂട്ടി ടൈം എന്ന് പറയുന്നത് രാവിലെ 7 തൊട്ട് വൈകിട്ട് 4 മണി വരെയാണ്. പക്ഷേ എനിക്ക് രാവിലെ 7 മണിക്കുള്ള ഡ്യൂട്ടിക്ക് കറക്റ്റ് ടൈമിന് ഇവിടെ എത്താൻ പറ്റില്ല. എന്തായാലും വണ്ടിയൊന്നും ആ ടൈമിൽ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഞാൻ ഇതുവരെ ബസ് കയറിയിട്ട് ഇവിടെ ഡ്യൂട്ടിക്ക് വന്നിട്ടില്ല കേട്ടോ. തലേദിവസം ഇതുപോലെ സ്റ്റേ ആക്കും, അല്ലെങ്കിൽ എന്നെ രാവിലെ കറക്റ്റ് ടൈമിന് ആരെങ്കിലും കൊണ്ടുവിടാറാണ്. ഇപ്പം അങ്ങനെ കൊണ്ടുവിടാൻ ഉപ്പയില്ല. ഉപ്പ അറിയാമല്ലോ, ഇക്കാക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് സർജറിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവിടെയാണ്. അതുകൊണ്ട് എന്നെ കൊണ്ടുവിടാനൊന്നും ആരുമില്ല. ഞാനിപ്പോൾ കുട്ടികളെ ഹോസ്പിറ്റലിൽ നിർത്താനൊന്നും പറ്റില്ലല്ലോ. അവർക്കാണ് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്ന് അവരെ കെയർ ചെയ്യാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലും അല്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, അനിയത്തിൻ്റെ വീട്ടിലാണ് രണ്ടാളെയും, മനുവിനെയും ദിനുവിനെയും കൊണ്ടുവിട്ട് അവിടെ ഇന്നലെ ഞാൻ സ്റ്റേ ആക്കി. ഇന്ന് ഞാൻ അവിടെ നിന്നാണ് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതാ ഹോസ്റ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ പരിപാടി. ഫുഡ് ഓർഡർ ചെയ്യുക. ഷൈബി ചേച്ചിക്ക് പിന്നെ കമ്പനിക്ക് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഫുഡ് ഓർഡർ ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഓർഡർ ചെയ്യടി എന്ന് പറയുന്നുണ്ട്. 1 മണിക്കൂർ തല പുകച്ചിട്ടാണ് ബീഫ് റോസ്റ്റും പൊറോട്ടയും വാങ്ങി കഴിക്കുന്നത് കേട്ടോ. എപ്പോഴും അങ്ങനെയാണ്, ഒന്നെങ്കിൽ ബീഫും പൊറോട്ടയും അല്ലെങ്കിൽ ബിരിയാണി. അതാണ് ഞങ്ങൾ വെറൈറ്റി ആയിട്ട് ചിന്തിച്ച് കൂട്ടിയിട്ട് അവസാനം വാങ്ങിക്കൂട്ടുന്ന സാധനം. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. പിറ്റേ ദിവസം ഞാനിതാ ഡ്യൂട്ടിക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. 6:30 ആകുമ്പോഴേക്ക് ഞാൻ താഴോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഹോസ്റ്റലിൽ നിന്ന്. അതെന്താണെന്ന് വെച്ചാൽ ഷൈബി ചേച്ചിക്ക് 6:30 തൊട്ടാണ് ഡ്യൂട്ടി ടൈം ഉള്ളത്. അപ്പോൾ പിന്നെ ചേച്ചി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ റൂമിൽ ഒറ്റയ്ക്കാണല്ലോ. അപ്പോൾ പിന്നെ ഞാൻ നേരത്തെ ഇറങ്ങി താഴേക്ക് വന്നതാണ്. ആരും വന്നിട്ടില്ല. ഇവിടെ 7 മണിക്കാണ് സ്റ്റാഫുകളെ വണ്ടി വരുന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് സ്റ്റാഫുകളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി പോകാറുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴേക്കാണ് ഇവിടെ ആളും ബഹളവും ഒക്കെ ആവുന്നത്, എല്ലാ സ്റ്റാഫും എത്തുന്നത്. ഇപ്പം നഴ്സിങ്ങിൽ നേഴ്സ് മാത്രം ഉണ്ടാവും. ബാക്കി എല്ലാവരും ഡ്യൂട്ടിക്ക് വേണ്ടി വരാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഷൈബി ചേച്ചി നേരത്തെ വന്ന് പുറത്തതായിരിക്കുന്നുണ്ട്, എന്നെക്കാളും മുന്നേ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിതാ അകത്തൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പതുക്കെ പുറത്തേക്ക് ഇറങ്ങുകയാണേ. ഗുഡ് മോർണിംഗ് മാഡം. ഇനിയിപ്പോൾ എന്തായാലും കുറേ സമയമുണ്ടല്ലോ. ഫാർമസിയൊക്കെ സെറ്റാണ്. ഷൈബി ചേച്ചി നേരത്തെ വരുന്നത് ഫാർമസിയിൽ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലത്തെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഷൈബി ചേച്ചി അത്രയും നേരത്തെ ഡ്യൂട്ടിക്ക് കയറുന്നത്. അപ്പോൾ അതൊക്കെ ക്ലിയറാണ്. ഇപ്പോൾ ഓണായതുകൊണ്ട് അവിടുത്തെ സ്റ്റാഫുകളൊക്കെ എല്ലാം ക്ലിയർ ചെയ്ത് വെച്ച് പോയതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ സ്റ്റാഫുകൾ എന്തായാലും 7 മണിക്കാണ് വരിക. അതുവരെ ടൈമുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഇന്നിപ്പോൾ വലിയ ഡ്യൂട്ടിയൊന്നുമില്ല, വലിയ തിരക്കൊന്നുമില്ല. ഓണം ആയതുകൊണ്ട് പേഷ്യൻസ് കുറച്ച് കുറവാണ്. അതെന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഓണം കഴിഞ്ഞാൽ തിരക്കാവും. അപ്പോൾ ഇപ്പം കുറവായതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കുറേ കഥയൊക്കെ പറയാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് കാണില്ല. അപ്പോൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് തീരുന്നില്ല. കുറേ കഥകൾ പറയാനുണ്ട്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഓരോന്ന് ഷെയർ ചെയ്ത് അങ്ങനെ ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഈ വീഡിയോയിൽ ഡ്യൂട്ടീൻ്റെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതെന്താണെന്ന് വെച്ചാൽ ഡ്യൂട്ടി ടൈമിൽ ഇവിടെ ഫോൺ അലൗഡ് അല്ല. നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന സമയങ്ങളുണ്ട്. രാവിലെ ഡ്യൂട്ടി ടൈമിന് മുന്നേ, പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം, ലഞ്ച് ടൈം, ഈ ടൈമിലല്ലാണ്ട് നമുക്ക് ഫോൺ അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഡ്യൂട്ടി ടൈമിലുള്ള ഒരു കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ കൂടുതലും തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇന്ന് പിന്നെ ഓണാണല്ലോ. ഇന്നത്തെ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ കാണിച്ചില്ല പിന്നെ ഞാൻ എന്താ കാണിക്കുക. ഇന്നിവിടെ സദ്യ ഉണ്ട്. ഞാനിവിടെ എദിനിയിൽ വന്നിട്ട് 4ാമത്തെ ഓണമാണ് കേട്ടോ. ഓണസദ്യയാണ് ഞാൻ കഴിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷമുണ്ട് എനിക്ക്. എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക, ഈ വർഷത്തെ ഓണസദ്യ കഴിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതേ അല്ല കേട്ടോ.
പക്ഷേ ഇപ്രാവശ്യത്തെ എനിക്ക് കഴിക്കാൻ പറ്റി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇവിടെ ഓണത്തിനും വിഷുവിനും ഒക്കെ സദ്യ ഉണ്ടാവും, പെരുന്നാളിന് അതിൻ്റെ ബിരിയാണി ഉണ്ടാവും, എല്ലാം ഇവിടെ ആഘോഷം തന്നെയാണ് കേട്ടോ. എല്ലാം സെലിബ്രേറ്റ് ചെയ്യും. ഇപ്രാവശ്യം ഓണം തീരെ സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ ജസ്റ്റ് ഒരു പൂക്കളം മാത്രമേ ഇട്ടിട്ടുള്ളൂ. അറിയാലോ, വയനാടിൻ്റെ ദുരന്തമൊക്കെ ആയതുകൊണ്ട് നമ്മളെ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഫണ്ട് വയനാടിന് വേണ്ടി പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ആഘോഷമൊന്നുമില്ല, അല്ലെങ്കിൽ എല്ലാ വർഷവും നല്ല രീതിക്ക് ആഘോഷിക്കുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം ഇപ്പോഴത്തെ അവസ്ഥയിൽ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം വയനാടിനെ സഹായിക്കുക എന്നുള്ളതാണല്ലോ. അപ്പം അതിനുവേണ്ടി ഫണ്ട് കൊടുക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മളിവിടെ ചെറിയ രീതിയിൽ ഒരു സദ്യയൊക്കെ കൂട്ടി ചെറിയൊരു പൂക്കളം ഇട്ടിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ഈ പ്രാവശ്യത്തെ ഓണം. അങ്ങനെ മതി. ഒരു ഭാഗത്ത് ഒരു കൂട്ടം ആൾക്കാർ ദുഃഖിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ആഘോഷിച്ചിട്ട് എന്താ കാര്യം? എന്താണെന്ന് വെച്ചാൽ ഈ ഒരു തീരുമാനം വളരെ നല്ലതായിരുന്നു കേട്ടോ. ചിലയിടത്തൊക്കെ ഗവൺമെൻറ് ആഘോഷങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ടും ആഘോഷിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി നല്ല ബുദ്ധിമുട്ട് തോന്നി കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ എങ്ങനെ അങ്ങനെയൊക്കെ പറ്റണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതെൻ്റെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളിത് മൈൻഡേ ചെയ്യേണ്ട, അത് വിട്ടേക്ക്. പിന്നെ ഞാനിതാ സദ്യ ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത്. എനിക്ക് ഏറ്റവും ഇഷ്ടമായി, ഒരുപാട് ഇഷ്ടമായി ഈ സദ്യയിലെ സാമ്പാർ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിങ്ങനെ വെജിറ്റബിൾസൊക്കെ കഴിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ വെജിറ്റബിൾസ് കഴിക്കാറുണ്ട്, പക്ഷെ നമ്മളെ ഹോസ്പിറ്റലിൽ കൂടുതലും ഒരു 3-4 കറി ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും, അങ്ങനെ കുറേ കറികളൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഡെയിലി കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് മീൽസ് കഴിച്ചിട്ട് കുറേ കാലമായി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇവിടെ പേഷ്യൻസിനും സ്റ്റാഫിനും ഒക്കെ സെയിം ഫുഡ് തന്നെയാണ്. അപ്പോൾ അതിന് പുറത്ത് ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് ഒട്ടും മോശമില്ലാത്ത രീതിയിലുള്ള ഫുഡാണ് കേട്ടോ. ഇതുപോലെ 3-4 കറികളൊക്കെ ആയിട്ട് ഉപ്പേരിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾക്ക് ഫുഡ് തരാറ്. അതെനിക്ക് നല്ലോണം മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ കാലം കൂടിയിട്ട് ഇങ്ങനെ ഫുഡ് കഴിച്ചതിന് ഒരു സംതൃപ്തി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കൂടെ പായസം ഉണ്ടായിരുന്നു, പാലട പ്രഥമൻ പായസമായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫുകളാണ് കേട്ടോ. വേറെ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ എൻ്റെ തീറ്റയും കൂടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ ക്യാമറയും കൊണ്ടുപോയി വെറുപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിമാരെങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. കാണുന്നവർ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്ന തിരക്കിലാണ് കേട്ടോ. ഞാനത് കഴിഞ്ഞ് എൻ്റെ പീസ്ഫുൾ ഏരിയയിൽ പോയിട്ട് കുറച്ച് സമയം ഇരുന്ന് അങ്ങനെ ഊഞ്ഞാലാടി. ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് പ്ലേസാണ്. എനിക്ക് ഇവിടെ ഇങ്ങനെ ചുമ്മാ വന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൂടെ ആരും ഇല്ലെങ്കിലും എനിക്കിവിടെ ഇരുന്ന് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടമാണ്. ഇവിടെ പേഷ്യൻസൊക്കെ വൈകുന്നേരം ആയാലും വന്നിരിക്കും. കുറേ പേഷ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പനി ആവുന്നതും അവർ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതും ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്. എന്താ പറയുക, നമുക്കിങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് പുഴയാണ്. അപ്പോൾ ആ പുഴയിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ ഭയങ്കര രസമാണ്. ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ് കേട്ടോ ഞങ്ങളുടെ ഹോസ്പിറ്റലുള്ളത്. ഞാനിതാ ചേച്ചിനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പോവാണ്. എൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. ഇനി എപ്പോഴെങ്കിലും കാണാം, എപ്പോഴെങ്കിലും ഞാൻ എമർജൻസി ഡ്യൂട്ടി എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. അല്ലാണ്ട് എനിക്ക് ഡെയിലി ഡ്യൂട്ടിക്ക് വരാൻ പറ്റില്ല. അതെനിക്ക് നല്ല വിഷമമുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ കുഴപ്പമില്ല, എൻ്റെ കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ എനിക്കിപ്പോൾ ഡ്യൂട്ടിക്ക് പോകാണ്ടിരിക്കേണ്ട ആവശ്യം വന്നുള്ളൂ. അതുവരെ ഞാൻ പോയിട്ടുണ്ട്. ഇനി എപ്പോഴെങ്കിലും ഞാൻ ഡ്യൂട്ടിക്ക് കയറും എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. അപ്പോൾ ഞാൻ സ്റ്റാൻഡിലെത്തിയപ്പം അവിടെ നിൽക്കണു രമ്യയും മക്കളും. രമ്യ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എതിനിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് തന്നെയാണ്. ഇന്ന് ഓണായതുകൊണ്ട് അവൾ ഓഫാണ്. അപ്പോൾ അവൾക്ക് പകരമാണ് ഞാൻ ഇന്ന് അവിടെ ഡ്യൂട്ടിക്ക് കയറിയത്. അപ്പോൾ അവളിന്ന് വീട്ടിലേക്ക് പോവാണ്. ഓണായാലും എല്ലാവരും വീട്ടിലേക്കൊക്കെ പോകുമല്ലോ. അപ്പം ഞാൻ ബസ്സിലിങ്ങനെ ഇരിക്കുകയാണ്, ബസ് നിർത്തിയിട്ടേക്കായിരുന്നു. അപ്പം ബാക്കിൽ നിന്ന് ആരും അഫ്സി എന്ന് വിളിക്കുന്ന കേട്ടിട്ട് ഞാൻ തിരിഞ്ഞ് നോക്കിയതാണ് കേട്ടോ. തിരിഞ്ഞ് നോക്കിയപ്പോൾ 3 മൈനകൾ. അപ്പോൾ അവളെയും കൂടെ കാണാൻ പറ്റി. ഞാനിതാ ഇനി അനിയത്തിൻ്റെ വീട്ടിലേക്ക് പോവാണ്. ഞാൻ എലൈറ്റിൽ വട്ടോളി എത്തി. അവിടെ നിന്ന് ഒരു ഓട്ടോ വിളിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ ആരും മറക്കല്ലേ. ബൈ.